പ്രിയപ്പെട്ട പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ, ഏറെ ബഹുമാനായ നമ്മുടെ MP ശ്രീ ടി എൻ പ്രതാപൻ, പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, KSU നേതാക്കളെ, നല്ലവരായ സഹപ്രവർത്തകന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ പോലീസും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടുന്നത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഭീകരമായി തല്ലിച്ചതയ്ക്കുന്നത് ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ മുന്നോട്ട് പോകുകയാണ്. നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ്, നവകേരള യാത്രയുടെ പേര് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഈ നാട് ചുറ്റാൻ ഇറങ്ങിയപ്പോ, ഈ നാട് കൊള്ളയടിക്കാൻ ഇറങ്ങിയപ്പോ ആ യാത്രക്കെതിരെ പ്രതിഷേധിച്ചാൽ, ആ യാത്രക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, ആ യാത്രക്കെതിരെ കറുത്ത കൊടി ഉയർത്തിയാൽ അത് ഉയർത്തുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ മുഴുവൻ മാരകമായി തല്ലിച്ചതയ്ക്കുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്, യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മാരകമായി തല്ലിച്ചതച്ചത് നമ്മൾ കണ്ടു. ഇന്നലെ KSUവിന്റെ മാർച്ച്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പോലീസ് മാരകമായി മർദ്ദിക്കുന്നത്. ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചു നിൽക്കുമ്പോ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് KPCC പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജലപീരങ്കി അതിശക്തമായ രീതിയിൽ വെള്ളം ചീറ്റിക്കാൻ, ജലപീരങ്കി ഉപയോഗിക്കാൻ പിണറായി വിജയന്റെ നിർദ്ദേശം, ആ നിർദ്ദേശം മാനിച്ചുകൊണ്ട് പോലീസുകാർ മുന്നോട്ട് പോയി. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോ ഗ്രനേഡ് എറിഞ്ഞു പോലീസ്, ടിയർ ഗ്യാസ്, ലാത്തി കൊണ്ടും ടിയർ ഗ്യാസ് കൊണ്ടും ഗ്രനേഡ് കൊണ്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ കേരളത്തിലെ പോലീസ് ശ്രമിച്ചാൽ, പിണറായി വിജയന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇതുപോലൊരു ഭരണം കേരളത്തിലെ ഒരു കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടില്ല. എന്തിനാണ് പോലീസ് ഇങ്ങനെ ചെയ്യുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണെങ്കിൽ എത്ര കാലം നിങ്ങൾക്ക് ഞങ്ങളെ തല്ലാൻ സാധിക്കും? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ മുഴുവൻ തല്ലി ഒതുക്കി, മാരകമായി മർദ്ദിച്ച്, കള്ളക്കേസെടുത്ത് ജയിലടച്ചാൽ അവസാനിക്കുമോ? വാർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. 1% പോലും ഞങ്ങൾക്ക് സംശയമില്ല. കോൺഗ്രസിന്റെ ശക്തിയെ കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം, സഖാവ് പിണറായിക്കറിയാം. പിണറായി വിജയൻ ദുരഭിമാനം വെടിയണം. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ, അതിശക്തമായ ജനരോഷം അണപൊട്ടി ഒഴുകുമ്പോ അതിന്റെ മുന്നിൽ നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല.
ഇവിടെ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ VM സുധീരനാണ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടന്നപ്പോ അതിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഉയർന്നു വരികയാണ്. പ്രിയപ്പെട്ട VM-നെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട സീനിയർ നേതാക്കന്മാർ ഈ കാര്യത്തിൽ പിണറായി വിജയനെതിരെ, പോലീസിനെതിരെ, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ അതിശക്തമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉണ്ടാകും. അതിന്റെ പ്രകടമായ അടയാളമാണ് ഇവിടെ നിങ്ങൾ കണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ VM സുധീരൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ജോസ്, നമ്മുടെ പ്രിയങ്കരനായ MP പ്രിയപ്പെട്ട TN പ്രതാപൻ, CPM-ന്റെയും പോലീസിന്റെയും കേരള ഭരണത്തിന്റെയും ജനാധിപത്യ വിരുദ്ധമായ തെറ്റായ ചെയ്തികൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി പോരാട്ട വീര്യത്തോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തി സ്രോതസ്സായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഒരു കരിദിനമാണ്. എത്രയോ ഭരണങ്ങൾ ജനാധിപത്യ കേരളം കണ്ടിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന പിണറായി ഭരണത്തിന് സമാനമായ ഇതുപോലെ ഒരു തെറ്റായ നടപടികൾ തുടരുന്ന ഒരു ഭരണകൂടം കേരളത്തിലുണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാർച്ച് പ്രഖ്യാപിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല ആ മാർച്ച്, മറിച്ച് സമാധാനപരമായി പ്രതിഷേധിച്ച നവകേരള സദസ്സിനെതിരെ ജനാധിപത്യപരമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ, അടിച്ചമർത്താൻ DYFI ക്രിമിനലുകൾ നടപടികൾ സ്വീകരിച്ചപ്പോൾ, അതിന് ശ്രമിച്ചപ്പോൾ അവരെയൊക്കെ ജനരക്ഷകരാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്ക് തുടർന്നും ഏത് അക്രമവും ഏത് ഗുണ്ടായുസവും നടത്താൻ പരിരക്ഷ ഒരുക്കുക